ബനീന വഹഫദ വറസഖകും മിനത്ത്-ത്വയ്യിബാത്ത് അഫബിൽ ബാതിലി യുഅ്മിനൂൻ വബിനിഅ്മത്തില്ലാഹി ഹും യക്ഫുറൂൻ. സൂറത്തുൻ നഹൽ 72-ാമത്തെ വചനം. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ നൽകി. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, ആ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും നൽകി, നിങ്ങളെ തലമുറകളെ നിലനിർത്തി. ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. മലക്കുകൾ പോയി പറഞ്ഞു ആരോട്? സാറാ ബീവിയോട് റളിയല്ലാഹു അൻഹാ. സദാസമയവും മലക്കുകൾ വരാറുണ്ട് ആരടുത്ത്? സയ്യിദ്നാ ഇബ്രാഹിം. എന്നാൽ കുട്ടിയുണ്ടാകുന്ന കാര്യം ആരോടാ പറഞ്ഞത്? കുട്ടിയുണ്ടാകുമെന്ന് പറഞ്ഞു, പേരക്കുട്ടിയുണ്ടാകുമെന്ന് പറഞ്ഞു. ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. കുട്ടിയും ഉണ്ടാവും, പേരക്കുട്ടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു ബഹുമഹതിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാന്യത നൽകുക. ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, ആണിന്റെ നല്ല പാതിയാണ് പെണ്ണ്, ആണിന്റെ പകുതിയാണ് പെണ്ണ്, ആണിന്റെ ശരീരഭാഗമാണ് പെണ്ണ്. ഖാല റസൂലുള്ളാഹി. അപ്പോൾ അവന്റെ തടിയെ അവൻ മാന്യത കൊടുക്കും പോലെ അവൻ ആർക്ക് മാന്യത കൊടുക്കണം? ഭാര്യക്ക് മാന്യത കൊടുക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ശ്രദ്ധിക്കുക, അൻ യകൂന സൗജു സ്വാദിഖൽ ഉദ്ദി, ആത്മാർത്ഥമായി സ്നേഹം പ്രകടിപ്പിക്കുന്നവനാവുക. അത് നമ്മൾക്ക് തന്നെ തിരിയും. സ്നേഹം, പെരുമാറ്റം ഇല്ലേ? ഓരോരുത്തരും നമുക്ക് കണ്ടാൽ അറിയും. സത്യം ഞാനീ പറയാം, ഓരോരുത്തരും. ഒരാൾ നമ്മൾ കൈ തന്ന്, ഒരാൾ നമ്മളെ പിടിച്ച്, അവരൊക്കെ നമ്മളറിയും. അത് അതുകൊണ്ട് തന്നെ അറിയും. ഫിറാസത്തുൻ സാദിഖ, അത് തിരിയും. അയാൾ ആര്, അയാളുടെ ഉദ്ദേശം എല്ലാം തിരിയും, എല്ലാം തിരിയും. ചില ആളുകൾ ഒരു കൂട്ടത്തിൽ വന്ന ഒരാൾക്ക് ഒരു മുത്തസദ്യക്കാണെങ്കിൽ എല്ലാവർക്കും കൈ കൊടുത്ത് നല്ല വാക്ക് പറയും. ഒരാൾക്ക് എന്ത് ചെയ്യും? അയാൾക്ക് കൈ കൊടുത്താൽ വേഗം എന്തെങ്കിലും കൊടുക്കും. ഇയാൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പോലും ഇയാൾക്ക് സദക്കയാണ് കൊടുക്കേണ്ടത് എന്ന് മുസാഫയത്തോണ്ട് ഈ മുത്തസദ്യക്ക് മനസ്സിലായി. പെരുമാറ്റങ്ങൾ, രീതികൾ ഓരോന്ന് മനസ്സിലായി പറഞ്ഞത്. എല്ലാവർക്കും നല്ല വാക്ക് പറയും, ചില ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കും. കാരണം അയാൾ വല്ലതും ചോദിച്ചില്ല, പക്ഷെ ആ മുഖരീതി കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് സ്വാദിഖൽ ഉദ്ദി, സ്നേഹം ആത്മാർത്ഥമാക്കുക. വഫിയൽ ലിസൗജതിഹി, കടമ പറഞ്ഞാൽ പാലിക്കുക, ഷർത്ത് വെച്ചാൽ പാലിക്കുക. ഏത് കാര്യവും ഒരു കാര്യം പറഞ്ഞാൽ പാലിക്കുക. പാലിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കഴിയില്ലെങ്കിൽ ഇന്ന് 5 മണിക്ക് വീട്ടിലെത്താന്ന് പറഞ്ഞാൽ 5 മണിക്ക് എത്തിയിരിക്കുക. അതൊക്കെ സ്നേഹബന്ധം ശക്തമാക്കും. രണ്ടാക്കും ഉമ്മാനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവൻ വലിയ നേതാവാണ്, വലിയ ആളാണ്. ഇവന് ഒരു യോഗത്തിൽ നിന്ന് മറ്റേ യോഗത്തേക്ക് പായുന്ന കറാമത്താണ് ഇവൻ്റെ കറാമത്ത്. അതൊന്നും അവിടുത്തെ ബന്ധത്തെ ഒലച്ച് കളയും. അപ്പം എന്ത് ചെയ്യാന്നറിയോ? എന്ത് ചെയ്യാൻ? ഒരു നിലക്കും ആ യോഗ ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇന്ന് കുറച്ച് നീണ്ടിട്ടുണ്ട്, ഈ പറയും പോലെ അല്ല കാര്യം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് നാളെ ഒരു പരിഹാരം ഉണ്ടാക്കാം, ഇന്ന് ഈ ലേശം ഒന്ന് ക്ഷമിക്ക് എന്ന് നേരത്തെ തന്നെ ഒരു 2 മണി 3 മണിക്ക് തന്നെ വിളിച്ച് പറയാം. അവൾ ഒരുങ്ങുന്നതിന് മുമ്പ്, അവൾ ഒരുങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞ് അവൾ അലക്കലും കുളിയും ഒരുങ്ങലും, ഇനി നിങ്ങൾ വന്നാൽ നേരെ പോകുന്ന പണിയേ ഉള്ളൂ. ആ രൂപത്തിലെത്തിയിട്ട് പിന്നെ നിങ്ങൾ 4, 4:30, 5 മണിക്കും കാണുന്നില്ല ഇവൾ. ഇത് വളരെ മോശം. അത് അവിടെയൊക്കെ എന്തുണ്ടാവും? മനസ്സിലായില്ല നിങ്ങൾക്ക്? പറഞ്ഞാൽ അതൊക്കെ നിസ്സാരം. നമുക്കിന് അവകാശമല്ലേ? നമ്മൾ വെറുതെ പോയതാ? നമ്മളെ തലയിലാണല്ലോ ഭൂമി. അതല്ലേ ഇപ്പൊ പ്രശ്നം. ഇപ്പൊ നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ തലയിലാണ് ഇപ്പോൾ ഭൂമി നിലനിൽക്കുന്നത്. നമ്മൾ ഐക്യകണ്ഠേന ചായ കുടിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായം നിലനിന്ന് പോരുന്നത്. അതൊന്നും ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. കോഴിക്കോട്ടെ കുറേ ചായക്കുടികൾ നടന്നിട്ടുണ്ട്, അതൊക്കെ പിന്നെ ഞാൻ പറയാം. ഐക്യകണ്ഠേന ചായ കുടിച്ചവരാണ് കോഴിക്കോട്ടെ നേതാക്കൾ, അതൊന്നും ഞാൻ പിന്നെ പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും അള്ളാഹു സത്യത്തിന് വേണ്ടി യോജിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വിശദീകരിക്കും, ഞാൻ ആരെയും കുറ്റം പറയാല്ലാട്ടാ. പക്ഷെ അങ്ങോട്ട് നമ്മൾ തരംതായി പോയി. നമ്മൾ കേവലം കൂടുമ്പോഴുള്ള ഈ ഭംഗി വാക്ക് പറയുന്നതിന് പകരം ആത്മാർത്ഥമായ ദീനി സമർപ്പണം നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്താനാണ്. ആരെങ്കിലും ഇകഴ്ത്തൽ എൻ്റെ ലക്ഷ്യമല്ല. അള്ളാഹു ആത്മാർത്ഥമായി സമർപ്പിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ എത്ര വലിയ പ്രധാനികളും
എത്രമേൽ നാട്ടിന്റെ മേൽക്കോൽമയുള്ളവരും കാര്യങ്ങളുടെ മുഴുവൻ ഉത്തരവാദികളാണെങ്കിൽ പോലും നമ്മുടെ നല്ല പകുതിയായ ഭാര്യയെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. അവളെ മനസ്സിന് ഒലച്ചിലുണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്യാൻ പാടില്ല. ഇത് അടുത്ത ജനറൽ ബോഡി കഴിഞ്ഞാൽ നിന്നെ മെമ്പറായി പോലും എടുക്കൂല. മറ്റത് അവിടെ എന്നും നീ പ്രസിഡന്റും അവൾ സെക്രട്ടറിയുമാണ്. അതൊരിക്കലും പോകുന്നില്ല. ഇനി അവിടുത്തെ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടാലോ ഈ ഭംഗിയിൽ പിന്നെ നിനക്കോട്ട് നടക്കാനും കഴിയില്ല. അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവളെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം എന്നർത്ഥം. അവൾ തമ്മിലുള്ള ബന്ധങ്ങളെ മുഴുവനും മെച്ചപ്പെടുത്തണം. അവൾ അടുത്തുണ്ടാകുമ്പോൾ ആദരിക്കണം. പരമാവധി അവർക്ക് ഖൈറിനെ ഇഷ്ടപ്പെടണം. അവൾക്ക് ഖൈറിനെ ഇഷ്ടപ്പെടുക, ഞങ്ങൾക്ക് ഖൈർ കൊടുക്കുക, അവൾക്ക് ഹദിയ കൊടുക്കുക, ഇടക്കിടക്ക് ഹദിയ കൊടുക്കുക. അങ്ങനെയാണ് നല്ല നല്ല ഹദിയകൾ കൊടുക്കുക. ഹദിയ കൊടുത്താൽ സ്നേഹം നിലനിർത്താം എന്ന് ഹബീബായ റസൂലുള്ളാഹി. അവളെ നീ ഒരു സുഖലോലുപയാക്കൊന്നും വേണ്ട, അതൊന്നും പറഞ്ഞ അർത്ഥമല്ല. എന്നാലും എന്ത് വിവാഹ വാർഷികം അവൾക്ക് എന്തുകൊണ്ട് കൊണ്ട് ഇന്നാണ്. അവൾ തന്നെ മറന്നിട്ടുണ്ടായിരുന്നു. 3-ാം തീയതി ഓഗസ്റ്റ് 1 അല്ലെങ്കിൽ ഡിസംബർ 10 അല്ലെങ്കിൽ എന്തോ ഹാക്കര ഏതോ ആ വിവാഹ വാർഷികം എന്തോ ഇന്നാണ് നമ്മളെ വിവാഹം എന്ന്. അതാണ് ഹദിയ കൈമാറുവീൻ, സ്നേഹം നിലനിർത്തുവീൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതൊക്കെ വളരെ വിലപ്പെട്ട കാര്യമാണ്, വളരെ വിലപ്പെട്ട ഒരു കാര്യം. ഞാൻ വായിച്ച ഇംഗ്ലീഷ് ചെറുകഥകളിൽ എന്നെ വളരെ സ്വാധീനിച്ച ഒരു ചെറുകഥയുണ്ട്. ഒരു വിവാഹ വാർഷികത്തിന് ഒരു ഇംഗ്ലീഷ് ദമ്പതികൾ എന്ത് ചെയ്തു? രണ്ടാവരും ചിന്തിച്ചു. ഒരു ഇംഗ്ലീഷ് ദമ്പതികൾ, ഒരു വെസ്റ്റേൺ കഥയാണ്, പക്ഷേ മെസ്സേജിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അവരൊക്കെ രണ്ടാളും ഒരു വിവാഹ വാർഷികത്തിന് ഭാര്യക്കും ഭർത്താവിനും ഇണകൾക്ക് ഭർത്താവിന് സമ്മാനം കൊടുക്കണമെന്ന് ഭാര്യ ചിന്തിച്ചു, ഭാര്യക്ക് സമ്മാനം കൊടുക്കണമെന്ന് ഭർത്താവ് ചിന്തിച്ചു. പക്ഷെ അവർ രണ്ടാളെ കയ്യിലും വളരെ ചില്ലിക്കാശല്ലാതെ ഒന്നുമില്ല. എന്തെങ്കിലും വാങ്ങാൻ പറ്റിയത് ഇങ്ങനെ വാങ്ങാൻ എന്താന്ന് ആലോചിച്ച് നടന്നപ്പോൾ അവൻ ചിന്തിച്ചു അവളെ തലമുടി നല്ല തലമുടിയാണ്, ആ തലമുടിക്ക് പറ്റുന്ന ഒരു പിന്ന് അവൾക്ക് നല്ല മനോഹരമായ പിന്ന് വിൽക്കുന്ന ഒരു കടയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ ചിന്തിച്ചു, ഒരു പിന്ന് അവൾക്ക് നല്ല മനോഹരമായ പിന്നിങ്ങനെ ചില്ലലമാരയിൽ ഇരിക്കുന്നത് കണ്ടു. അതവൾക്ക് വാങ്ങിക്കൊടുത്താൽ ഈ വിവാഹത്തിൽ അവൾ എന്നെ ഇഷ്ടപ്പെടും, സന്തോഷിക്കുമെന്ന് വിചാരിച്ച് അയാൾ വേഗം അതിന് വില ചോദിച്ചപ്പോൾ അതിന് വില കൊടുക്കാനുള്ള പൈസ ഒന്നും ഇയാളെ കയ്യിലില്ല. അത് വാങ്ങാൻ അയാളെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊണ്ടു. അപ്പോൾ പിന്നെ അയാൾ ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യാൻ. അയാൾ പെട്ടെന്ന് ബോധം വന്നതുപോലെ അയാൾ മാർക്കറ്റിൽ ഇറങ്ങി നടന്ന് കയ്യിലെ റിസ്റ്റ് വാച്ച് അയാൾ വിറ്റിട്ട് അയാൾ പണം വാങ്ങിയിട്ട് ആ പണം കൊണ്ട് ഈ പെണ്ണിന് മുടിയിൽ ചൂടാനുള്ള ഒരു പിന്ന് അയാൾ വാങ്ങി. അതുകൊണ്ട് അയാൾ വിവാഹ വാർഷികത്തിന് അവൾക്ക് സമ്മാനം കൊടുക്കാൻ കരുതി. ഇവളും എന്ത് ചെയ്തു? ഇവളും ഇങ്ങനെ ലണ്ടൻ തെരുവിലൂടെ നടക്കുകയാ, എന്തെങ്കിലും പുതിയാപ്പിളക്ക് കൊടുക്കണമല്ലോ സമ്മാനം. അപ്പോൾ അവൾ ചിന്തിച്ചു, അയാളെ റിസ്റ്റ് വാച്ചിന്റെ ചെയിന് പഴകിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പുതിയ ചെയിൻ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ആ ഭർത്താവിന് ഏറ്റവും വലിയ സന്തോഷിക്കാന്ന് വിചാരിച്ച് ആ ചെയിൻ വിൽക്കുന്ന കടകളുടെ അടുത്ത് ചെന്ന് ഒരു ചെയിന് വില ചോദിച്ചു, കൗതുകമുള്ള ഒരു ചെയിൻ. ആ ചെയിന് വില ചോദിച്ചപ്പോൾ അതിന് കൊടുക്കാനുള്ള വില ഇവളെ കയ്യിലില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവൾക്ക് ബോധം വന്നു. അപ്പുറത്തുണ്ട് മുടി എടുക്കപ്പെടും എന്നൊരു ബോർഡ് വെച്ച കട കണ്ടു. അവൾ വേഗം ചെന്നിട്ട് എന്ത് ചെയ്തു? അവളെ നീളമുള്ള മുടി മുറിച്ച് വിറ്റു. എന്നിട്ട് പൈസ വാങ്ങിയിട്ട് ചെയിൻ വാങ്ങി, എന്നിട്ട് കൊണ്ടുവന്നു. ഞാൻ വായിച്ചതിൽ എന്നെ ഏറ്റവും നൊമ്പരപ്പെടുത്തിയ കഥയാണ്. അതാണ് സത്യത്തിൽ സമ്മാനം എന്നു തന്നെയായിരുന്നു ആ കഥയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഏറ്റവും മനസ്സ് നൊമ്പരപ്പെടുത്തിയ ഒരു സംഗതിയാണ്. ഇനി രണ്ടാളും വീട്ടിൽ വരികയാണ്. രണ്ടാളും മറച്ചു പിടിക്കുന്നുണ്ട് മറ്റേ ആളെ. വാച്ച് പോയത് അവൾ കാണണ്ടാന്ന് ഇവൻ വിചാരിച്ചു. മുടി പോയത് കാണണ്ടാന്ന് അവളും വിചാരിച്ചു. നിനക്ക് കൊണ്ടുവന്ന സമ്മാനം അവസാനം നിർബന്ധിച്ച് നിന്റെ രാജ്യം കാണിക്കാൻ നാം നിർബന്ധിക്കും. അവസാനം രണ്ടാളും പിടുത്തം കൂടി സമ്മാനം കാണിച്ചപ്പോൾ രണ്ടാളും കരഞ്ഞുപോയി. അതാണ് സംഭവം. പുണ്യനബി പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഹദിയകൾ കൊടുക്കണം, എന്നിട്ട് സ്നേഹം നിലനിർത്തണം. അവർ നമ്മുടെ ഭാഗമാണ്. അവൾക്ക് നമ്മിലെ മാന്യതയും പവിത്രതയും കൽപ്പിക്കണം.